Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് ആയിട്ടാണ്. ഒരു കുട്ടി 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള കുത്തരി ഉണ്ടല്ലോ, ആ കുത്തരി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും നമുക്ക് വെറും 3 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഞാൻ 1/2 കപ്പ് കുത്തരിയാണ് അല്ലെങ്കിൽ മട്ടരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. കുത്തരി കുറച്ചും കൂടെ നല്ലതാണെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ കുത്തരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പാൻ ചൂടായതിനു ശേഷം മാത്രമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അരിയൊക്കെ പതുക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങി ഒരു പ്രത്യേക ഒരു സൗണ്ടിൽ അതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്തുമ്പോൾ നമുക്ക് ഞാനത് കാണിക്കാം. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, അരി അതിനകത്ത് കിടന്ന് ഇങ്ങനെ ചൂട് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊരിയല്ല, ആ ഒരു ഒന്ന് ചുങ്ങിയിട്ടൊക്കെ വരും. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടും ഇതിൻ്റെ വലിപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത പോലെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയല്ല, എല്ലാം ഇതുപോലെ തന്നെ ആവണം. ഇതിപ്പം അവിടെ ഇവിടെ മാത്രമാണ് പൊട്ടി തുടങ്ങിയിട്ടുള്ളത്. ഇനി എല്ലാം പൊട്ടി തുടങ്ങി ഇതിൻ്റെ നേരമൊക്കെ പതുക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇതാ നമ്മുടെ അരിയെല്ലാം പൊട്ടി ഒരു ബ്രൗൺ കളറായി വന്നു. എല്ലാ അരികളും ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ചുങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ആ പാത്രത്തിൽ പോലും വെച്ചേക്കരുത് കേട്ടോ, കാരണം ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ ചൂട് കൊണ്ട് തന്നെ വീണ്ടും അതിന്റെ നിറമൊക്കെ മാറി ചിലപ്പോൾ കരിഞ്ഞാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആ ചൂടോട് കൂടെ തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ചേർക്കണം. അപ്പം അതിനായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചെരുകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെരുകി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വരുന്ന രീതിയിലുള്ള തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നതോറും അത്രയും ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ചേർക്കുന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു ചെറിയ പഴം, ഒരു റോബസ്റ്റ് പഴത്തിന്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ എടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ ഒരു റോബസ്റ്റ പഴം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ശരിക്കും ഇത് കൈകൊണ്ട് ഒന്ന് തിരുമ്മിയെടുക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകത്തുമില്ല. ചെറുതായിട്ടൊക്കെ പഴം ഇങ്ങനെ കടിക്കാൻ കിട്ടും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇതേപോലെ ഇതുപോലെ മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്കിത് റോബസ്റ്റ പഴം മാത്രമല്ല, ഇത് ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം, എന്ത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ ഇപ്പോൾ റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു അരിയുടെയും തേങ്ങയുടെയും ആ ഒരു കൂട്ടിനകത്തോട്ട് ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കും അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ചെറുതായിട്ട് പഴം കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് മധുരം ചേർക്കണം. മധുരത്തിന് ഞാൻ ഇന്നിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചീകിയതാണെന്നുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇന്നിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കരപ്പാനി ചേർക്കേണ്ട, ശർക്കര ചീകിയിട്ടുള്ളതാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അതിനു മുൻപ് ഞാൻ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഏലക്കയാണ്. അത് നിങ്ങൾക്ക് ചതച്ചോ പൊടിച്ചോ അല്ലെങ്കിൽ ഒരു 2 നുള്ള് ഏലക്കപ്പൊടി ആണെങ്കിൽ 2 നുള്ള് ഏലക്കപ്പൊടി ചേർത്തിട്ടോ ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ സ്പൂൺ വെച്ച് എല്ലായിടത്തും ഒരുപോലെ ഈ തേങ്ങയും പഴമൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മൾ നല്ല ചൂട് ചായയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ അവലോസൊക്കെ നമ്മളിങ്ങനെ കുഴക്കത്തില്ലേ, അതേപോലെ അതേ ഒരു ടേസ്റ്റൊക്കെയാണ് വരിക. അതിനേക്കാൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. കാരണം നമ്മുടെ അരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല കടിക്കാനൊക്കെ കിട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലപ്പോൾ ഇത് ഒരുവിധം ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇത് പണ്ടത്തെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന റെസിപ്പിയാണ്. ഇപ്പൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനൊന്നും നമുക്ക് സമയമില്ല, പലർക്കും അറിയൂല. അപ്പോൾ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഹെൽത്തിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും ഒക്കെ സാധാരണ എന്താ പറയുക, എണ്ണയിൽ വറുത്ത പലഹാരത്തിനേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്, സിമ്പിളാണ്, ഹെൽത്തിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.